ഈശോയ്ക്കും മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ തുടങ്ങുന്നു. എൻ്റെ പേര് ഇസബെല്ല. ഞാൻ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2022 നവംബറിൽ ആണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. ആൻറ്റിയുടെ കൂടെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അന്ന് ഞാൻ ഉടമ്പടി ഒന്നും എടുത്തില്ലായിരുന്നു. ആൻറ്റിയുടെ കൂടെ വെറുതെ വന്നതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞു, നീ എക്സാം എഴുതാൻ പോകുന്നതിന് മുൻപായിട്ട് എന്നാൽ ഉടമ്പടി എടുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ, അപ്പോൾ പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉടമ്പടി എടുക്കാതെ ഞാൻ 2023 മെയ്യിൽ ഞാൻ കൊൽക്കട്ടയ്ക്ക് എക്സാം എഴുതാനായിട്ട് പോയിരുന്നു. 3 എണ്ണമാണ് എനിക്ക് എക്സാം എഴുതാനായിട്ട് അവിടെ സ്ലോട്ട് കിട്ടിയത്. പക്ഷേ ഞാനതിൽ 1 എണ്ണം മാത്രമേ പാസ്സായുള്ളൂ, ബാക്കി 2 ഞാൻ ഫെയിലായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ ഉടമ്പടി എടുത്തിട്ട് മാത്രമേ ഞാൻ എക്സാം എഴുതാനായിട്ട് പോവുകയുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ ജൂൺ 14-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ജൂൺ 16-ാം തീയതി എനിക്ക് സ്പീക്കിങ്ങിന് B1 സ്പീക്കിംഗ് എക്സാമിന് ഡേറ്റ് കിട്ടിയിരുന്നു. അപ്പോൾ അതിന് മുൻപ് ഉടമ്പടി എടുത്തിട്ട് പോകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ ജൂൺ 14-ാം തീയതി 2023 ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. 16-ാം തീയതി എക്സാം എഴുതി. ആ എക്സാം 100-ൽ 98 മാർക്ക് തന്ന് B1 ജർമ്മൻ എക്സാം മാതാവ് എന്നെ പാസ്സാക്കി. അതേപോലെ തന്നെ ഞാൻ കൊൽക്കട്ടയിൽ തോറ്റുപോയ ആ 2 എക്സാംസും ചെന്നൈയിൽ നല്ല മാർക്കോട് കൂടി തന്നെ മാതാവ് എന്നെ പാസ്സാക്കി. ഞാൻ എക്സാമിന് പോകുന്ന ടൈമിലായാലും ഉടമ്പടി ഉപ്പും കാശുരൂപവും തൈലവും ഉപയോഗിച്ചിട്ടായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നേച്ചത്. സ്പീക്കിങ്ങിൻ്റെ ടൈമിൽ ഞാൻ ഉടമ്പടി കാശുരൂപം മുറുക്കെ പിടിച്ചിട്ടായിരുന്നു ഇരുന്നേച്ചത്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അവർ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുകയും അവരോട് റെസ്പോണ്ട് ചെയ്യാനായിട്ടും എനിക്ക് സാധിക്കണമെന്നായിരുന്നു. പിന്നെ എൻ്റെ ലിസണിങ്ങും റീഡിങ്ങും എനിക്ക് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആയിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി കാശുരൂപം വെച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി അവിടെ കുരിശ് വരച്ചിട്ടാണ് ഞാൻ എക്സാമിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ആ 2 എക്സാമും എനിക്ക് പാടായിരുന്നു. പിന്നെ മാതാവിൻ്റെ കാരണം കൊണ്ട് മാത്രമേ ഞാൻ പാസ്സാവുള്ളൂ എന്ന് വീട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ B1 ഫുൾ മൊഡ്യൂൾസ് ഞാൻ പാസ്സായി. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള പ്രോസസ്സിങ് എല്ലാം പെട്ടെന്ന് തന്നെ നടക്കും എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഒന്നും നടക്കാതെ പിന്നെ 3-4 മാസം വെറുതെ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നായിരുന്നു. അങ്ങനെ ഞാൻ സെപ്റ്റംബറിൽ വന്നിട്ട് എൻ്റെ ഉടമ്പടി ഒന്നും കൂടെ ഞാൻ ആദ്യമായിട്ട് ഞാൻ പുതുക്കി. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓൾറെഡി പ്രോസസ്സിങ്ങിന് കൊടുത്തിരുന്ന ആ ഏജൻസിയിൽ നിന്ന് ഞാൻ അവിടുന്ന് റീഫണ്ട് മേടിച്ച് വാങ്ങിയായിരുന്നു. എന്നിട്ട് വേറെ ഏജൻസി കൊടുത്തു. അപ്പോൾ ഞാൻ ആ 1ാമത്തെ ഏജൻസിയിൽ നിന്ന് മാറിയ സമയത്ത് എന്നോട് എൻ്റെ വേറൊരു ഫ്രണ്ട് വന്ന് പറഞ്ഞു, നീ അവിടുന്ന് മാറിയത് എന്തായാലും നന്നായി. അതൊരു ഫേക്ക് ആയിട്ടുള്ള ഏജൻസി ആയിരുന്നു, വെറുതെ പൈസ മേടിച്ചിട്ട് വെക്കുന്നതെന്നല്ലാതെ അവിടുന്ന് പിള്ളേരാരും പോകുന്നുമില്ല. അതുമാത്രമല്ല, അവിടുന്ന് പോയിട്ടുള്ള പിള്ളേരാണെങ്കിലും അവിടെ പെട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ രക്ഷിച്ചതാണെന്ന്. പിന്നെ ഞാൻ 2ാമത് ജനുവരി 2024 വേറൊരു ഏജൻസിയിൽ കൊടുത്തു. അവിടെ ഇൻ്റർവ്യൂസ് നടന്നു. ആ ഇൻ്റർവ്യൂസ് ഞാൻ പാസ്സായായിരുന്നു. പക്ഷേ അപ്പോഴും എൻ്റെ പ്രോസസ്സിംഗ് ഒന്നും നടക്കുന്നില്ലായിരുന്നു. പേപ്പർ തടസ്സമായിരുന്നു. എനിക്ക് വിസ ഡോക്യുമെൻറ്റ്സ് ഒന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ എൻ്റെ പേപ്പർ പ്രോസസ്സിങ്ങും നടക്കുന്നില്ലായിരുന്നു. പിന്നീടാണ് ഞാൻ അവിടെ നിന്നും റീഫണ്ട് വാങ്ങിച്ചു. എനിക്ക് ഇനി ടൈം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഞാൻ റീഫണ്ട് വാങ്ങിച്ചു. അവിടെ നിന്ന് റീഫണ്ട് വാങ്ങിച്ച് ഞാൻ പോകുന്നു. അപ്പോഴത്തേക്കും എന്നോട് ബാക്കിയുള്ളവർ പറഞ്ഞു, പിന്നീട് ഞാൻ അറിയുകയും ചെയ്തു ആ ഏജൻസി പൂട്ടിപ്പോയെന്ന്. എന്തോ വിസ തട്ടിപ്പ് കേസിലായിട്ട് ആ ഏജൻസി പൂട്ടിപ്പോയി. പക്ഷേ ഞാൻ അവിടെ കൊടുത്ത പൈസ അവരെനിക്ക് റീഫണ്ട് തിരിച്ചു തരികയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ പ്രോസസ്സിങ് ചെയ്യുന്ന ആ ഏജൻസിയിലേക്ക് ഞാൻ എത്തിയത്. അത് എൻ്റെ ഒരു മിസ്സ് വഴിയിട്ടാണ്. അപ്പോൾ ആ മിസ്സ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും മാതാവിനോട് വിശ്വാസമുള്ളൊരു മിസ്സായിരുന്നു. അപ്പോൾ ആ മിസ്സ് എന്നോട് പറഞ്ഞു, നിനക്ക് എന്നാൽ ഞാൻ പഠിപ്പിക്കുന്ന ഏജൻസിയിൽ കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ആ മിസ്സ് പറഞ്ഞിട്ട് ഞാൻ ആ ഏജൻസിയിൽ ഇപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന ആ ഏജൻസിയിൽ ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തു. എന്നിട്ട് പിന്നെ വന്ന് ഞാൻ ഉടമ്പടി 2ാമതും പുതുക്കി. 2ാമത് പുതുക്കിയതിന് ശേഷം എനിക്ക് ഇൻ്റർവ്യൂസ് കിട്ടി. അപ്പോൾ ഇൻ്റർവ്യൂ കിട്ടി 2024 ഒക്ടോബർ ഇൻടേക്കിലോട്ട് എനിക്ക് ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ പോവാം എന്ന് പറഞ്ഞ് കിട്ടിയായിരുന്നു. പക്ഷേ അതിലും എനിക്ക് ഡിലേ കാരണം ഡോക്യുമെൻറ്റ്സ് ഒന്നും അപ്പോഴും വന്നിരുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആകെ ഭയങ്കര വിഷമത്തിലായി. പിന്നെ ഇനി പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പിന്നെ എന്നോട് ഫ്രണ്ട്സ് കുറച്ച് പേര് ചോദിച്ചു, എന്നാൽ പിന്നെ നിനക്ക് കൺട്രി മാറ്റിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. ഇത്രയും പഠിച്ചിട്ട് ഇനിയും വേറൊരു കൺട്രി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ശക്തമായിട്ട് ഞാൻ ആകെ ഡിപ്രസ്ഡ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് പള്ളിയിൽ പോകാമെന്നോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനൊക്കെ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന ഒരു മൈൻഡ് സെറ്റിലോട്ട് വരെ ഞാൻ എത്തിയായിരുന്നു.
അതിനുശേഷമാണ് ജോസഫ് അച്ഛൻ്റെ ടോക്ക് ഞാൻ ഇൻസ്റ്റയിലും അതേപോലെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഓരോ ടോക്ക് ഞാൻ കേൾക്കാൻ തുടങ്ങിയത്. അതായത് നമ്മളെന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് അത് ദൈവം നമുക്ക് തന്നില്ല എങ്കിൽ അതിൻ്റെ ഇരട്ടി നമുക്ക് ദൈവം തരാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അപ്പോൾ പിന്നീട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് ഓരോ ഇൻ്റർവ്യൂസ് കഴിയുമ്പോഴും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേച്ചേ, അതായത് എനിക്കത് വേണം, എനിക്ക് ഇത് തന്നെ എനിക്ക് പാസ്സാവണം, എനിക്ക് ഈ സ്ഥലത്ത് തന്നെ പോകണം എന്നായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേച്ചേ. പക്ഷേ അച്ഛൻ്റെ ഈ ടോക്കിന് കേട്ടതിന് ശേഷം എൻ്റെ പ്രാർത്ഥന രീതി ഞാൻ മാറ്റി. മാതാവിനും ഈശോയ്ക്കും ഞാൻ ജർമ്മനിയിൽ നഴ്സിംഗ് ഏത് സ്കൂളിൽ പഠിക്കണം എന്നാണോ ആഗ്രഹം, എനിക്ക് അങ്ങോട്ടേക്കുള്ള എൻ്റെ കോൺട്രാക്റ്റും ഡോക്യുമെൻറ്റ്സ് എനിക്ക് തന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഡിസംബറിൽ എനിക്ക് 2 ഇൻ്റർവ്യൂസ് ആ ഏജൻസിയിൽ നടന്നു. അപ്പോഴും എനിക്ക് അത് തന്നെ വേണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല. മാതാവിൻ്റെയും ഈശോയുടെയും ഹിതത്തിന് വേണ്ടിയിട്ട് ഞാൻ വിട്ടുകൊടുത്തു. അങ്ങനെ എനിക്ക് ജനുവരി ഫസ്റ്റ് വീക്ക് ആയപ്പോൾ തന്നെ ഇൻ്റർവ്യൂ പാസ്സായി 3 വീക്സ് ആയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ വിസയും എനിക്ക് എൻ്റെ കോൺട്രാക്റ്റും ബാക്കിയുള്ള വിസ ഡോക്യുമെൻറ്റ്സ് എല്ലാം എനിക്ക് മാതാവ് തന്നു. അതിനുശേഷം വിസയ്ക്ക് വെക്കണം. അപ്പോൾ ഞാൻ മാതാവിനോട് ഞാൻ ചോദിച്ചു, എൻ്റെ അപ്പോഴത്തേക്കും 2ാമത്തെ ഉടമ്പടിയുടെ കാലാവധി തീർന്നായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, ഞാൻ ഇനി ഉടമ്പടി പുതുക്കണമെങ്കിൽ എന്നോടൊന്ന് പറയണേ മാതാവേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് മാതാവ് പുതുക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് തോന്നുന്നു. എൻ്റെ വിസ ഒരു ഡോക്യുമെൻറ്റിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അത് എൻ്റെ ജർമ്മനിയിലെ എംപ്ലോയർ എന്നെ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് തരുന്ന സാവ് ലെറ്റർ എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് ആയിരുന്നു. അത് വിസയ്ക്ക് മെയിൻ ഡോക്യുമെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് വെക്കാതിരിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ഡിഗ്രി കംപ്ലീറ്റ് ആയ കാരണം കൊണ്ട് ഞാൻ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്സും പിന്നെ മോട്ടിവേഷൻ ലെറ്ററിലും ഡിഗ്രിയുടെ കാര്യം എഴുതുന്നുണ്ട്. പക്ഷേ ഈ വിസയുടെ മെയിൻ ഡോക്യുമെൻ്റായ സാവ് ലെറ്ററിൽ അവർ ഡിഗ്രി ഇല്ല എന്ന ഓപ്ഷനാണ് ടിക്ക് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ആകെ ടെൻഷനായി. പിന്നെ എനിക്ക് മനസ്സിലോട്ടൊന്ന്, ഞാൻ മാതാവിനോട് ചോദിച്ചായിരുന്നല്ലോ ഉടമ്പടി പുതുക്കണമെന്ന്, അപ്പോൾ അതിനുള്ളൊരു അടയാളമായിട്ടായിരിക്കും മാതാവ് തന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ഫെബ്രുവരിയിൽ വന്ന് എൻ്റെ ഉടമ്പടി മൂന്നാമത് പുതുക്കി. അതിനുശേഷം ഞാൻ അതിൻ്റെ പത്രപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പോയി പത്രങ്ങളൊക്കെ കൊടുത്തു. പിന്നെ അന്ന് തന്നെ ഞാൻ ഓൾഡ് ഏജ് ഹോമിലും പോയി അവിടുത്തെ അമ്മച്ചിമാരോട് സംസാരിക്കുകയും അവർക്ക് ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു. പിന്നെ എൻ്റെ മുമ്പിൽ വന്ന് യാചിച്ച ആൾക്കാർക്ക് എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ കൊടുക്കുകയും ചെയ്തു. അന്ന് ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം എന്നോട് ഏജൻസിയിൽ നിന്ന് ആ ചേച്ചി പറഞ്ഞു, എൻ്റെ വിസ അപ്പോയിൻമെൻറ്റ് മാർച്ചിലായിരുന്നു എടുത്തിരുന്നത് വെച്ചത്. പക്ഷേ മാർച്ചിലായിരുന്നെങ്കിൽ എനിക്ക് അധികം ടൈം എനിക്ക് കിട്ടില്ലായിരുന്നു. എനിക്ക് മാർച്ച് 10-ാം തീയതി ആയിരുന്നു VFS അപ്പോയിൻമെൻറ്റ് എടുത്തിരുന്നത്. പക്ഷേ അന്ന് എടുത്തിരുന്നെങ്കിൽ മാർച്ച് 27, 28 ആകുമ്പോഴത്തേക്ക് വിസ കൈ കിട്ടുള്ളൂ. അതിപ്പോൾ റിജക്ഷൻ ആയാലും അല്ലെങ്കിലും റിജക്ഷൻ ആയിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയില്ല എങ്കിൽ എനിക്ക് ഏപ്രിൽ 1 ക്ലാസ്സിന് എനിക്ക് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ഈ കാരുണ്യപ്രവൃത്തികളെല്ലാം ചെയ്ത് വീട്ടിലെത്തി അന്ന് തന്നെ ഏജൻസിയിൽ നിന്ന് എന്നെ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് VFS അപ്പോയിൻമെൻറ്റ് നേരത്തെ ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫെബ്രുവരി 21-ാം തീയതി ഞാൻ വിസയ്ക്ക് വെച്ചു. വിസയ്ക്ക് വെക്കുന്നതിൻ്റെ തലേ ദിവസം ഞാൻ പോകുന്നതിന് മുൻപ് തന്നെ ഉടമ്പടി കാശുരൂപം വെച്ചിട്ട് വിശ്വാസപ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി എൻ്റെ 25 ഡോക്യുമെൻറ്റ്സിലും ഞാൻ പ്രാർത്ഥിച്ചു. കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ VFSലോട്ട് പോയത്. VFSലോട്ട് പോയപ്പോഴും ഞാൻ ഉടമ്പടി കാശുരൂപം ഞാൻ കയ്യിൽ പിടിച്ചിരുന്നു. എല്ലാത്തിലും ഞാൻ മാതാവിനോട് ഞാൻ കൊടുക്കാട്ടോ മാതാവേ നോക്കിക്കോളണേ എന്ന് പറയുകയും ചെയ്തു. പിന്നെ എൻ്റെ ആ ഡോക്യുമെൻറ്റിലുണ്ടായിരുന്ന ആ ഒരു മിസ്റ്റേക്ക് അത് എൻ്റെ എംബസിയിൽ ചെക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അത് ഒരു ശ്രദ്ധിക്കാതെ പോണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. കാരണം എനിക്കെന്ന് പറയുമ്പോഴത്തേക്കും ഡിഗ്രി ഉള്ള കാരണം കൊണ്ട് റിജക്ഷൻ ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അവരെന്തെങ്കിലും റീസൺ നോക്കി റിജക്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു മിസ്റ്റേക്ക് കൂടി വന്നപ്പോഴത്തേക്കും ഞാൻ ആകെ ഭയങ്കര നെർവസ് ആയിപ്പോയി. അപ്പോൾ ഞാൻ മാതാവിനോട് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, അത് ആ മിസ്റ്റേക്ക് അവർ ശ്രദ്ധിക്കാതെ പോണേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാർച്ചിൽ തന്നെ എനിക്ക് 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ പാസ്പോർട്ടിൽ വിസ അടിച്ച് കിട്ടി. ഞാൻ ടിക്കറ്റ് എടുത്തു. ഏപ്രിൽ 1-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. പിന്നെ എനിക്ക് ഇതിന് മുൻപും ഞാൻ 10ഓളം ഇൻ്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം ടോപ്പ് സ്കൂളിൽ തന്നെയാണ് എനിക്ക് മാതാവ് നഴ്സിംഗ് പഠിക്കാനായിട്ട് എനിക്ക് അവസരം തന്നത്. എൻ്റെ സ്കൂളിൻ്റെ അണ്ടറിൽ തന്നെ 65ഓളം ഓൾഡ് ഏജ് ഹോംസ് ഉള്ള നല്ലൊരു സ്കൂളിൽ തന്നെയാണ് ഞാൻ നഴ്സിംഗ് പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ വീടുകളിൽ കയറിയിറങ്ങി പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, മാതാവിനെ പറ്റി അറിഞ്ഞിട്ടുമുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഓൾഡ് ഏജ് ഹോമുകളിൽ പോവുകയും അവിടുത്തെ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയൊക്കെ കാണുകയും അവർക്ക് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ അധികം ഒരു ക്രിസ്ത്യാനി ആണെങ്കിലും അധികം അങ്ങോട്ട് വിശ്വാസ ജീവിതത്തിലോട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തി അല്ലായിരുന്നു. പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, വരുന്നു. അതല്ലാതെ
വിശുദ്ധ കുർബാനയുടെ മഹത്വം അറിഞ്ഞൊന്നും ആയിരുന്നില്ലായിരുന്നു ഞാൻ ആദ്യമേ ഉണ്ടായിരുന്നത്. പിന്നെ ഉടമ്പടി എടുത്തതുകൊണ്ടല്ല, ഉടമ്പടി എടുത്ത് അതിൽ ജീവിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് എനിക്ക് വിശുദ്ധ കുർബാനയുടെ മഹത്വവും ബൈബിളിലതും എല്ലാം എനിക്ക് മനസ്സിലായതും അതനുസരിച്ച് ചെയ്യാനും സാധിച്ചത്. ബൈബിൾ വായന എന്നൊക്കെ പറയുമ്പോൾ പള്ളിയിൽ കുർബാനയ്ക്ക് എന്തെങ്കിലും വായിക്കുക എന്നല്ലാതെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ബൈബിൾ കൈകൊണ്ട് പോലും തൊടില്ലായിരുന്നു. ഞാനിപ്പോൾ ബൈബിൾ വായിക്കാതെ ഒരു ദിവസം പോലും കിടന്ന് ഉറങ്ങാറില്ല. അരമണിക്കൂർ ഞാൻ വായിച്ചിരിക്കും. അതേപോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ മതി, മാതാവിൻ്റെ പള്ളിയുണ്ട്. പക്ഷേ ഞാൻ പോവില്ലായിരുന്നു. എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ മടിയുള്ള കാരണം കൊണ്ട് ഞാൻ പോവില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് കുർബാനയെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടത്തോടെ ഞാനിപ്പോൾ കുർബാനയ്ക്ക് പോകുന്നതും അതുപോലെ തന്നെ ബൈബിൾ വായിക്കുന്നതും. ഈശോയ്ക്കും മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. റോമ 10:13 കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ഇസബെല്ല ബെൻഡോ എന്ന ഈ മകൾ തൻ്റെ വിദേശ ഭാഷാ പഠനവും വിദേശത്ത് പോകുവാനുള്ള പ്രോസസ്സ് വേഗതയിലാകുന്നതിന് വേണ്ടിയാണ് കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് ജീവിച്ചത്. മകൾ പറയുന്നുണ്ട്, ആദ്യം ആൻറ്റിയുടെ ഒപ്പം ഇവിടെ ഒന്ന് വെറുതെ കണ്ടുകേട്ട് പോകുവാൻ വേണ്ടി വന്നു. പിന്നീട് പഠനം മുന്നോട്ട് പോകുമ്പോഴാണ് പരീക്ഷയുടെ അവസരങ്ങളെത്തുമ്പോൾ തൻ്റെ കഴിവ് കൊണ്ട് വിജയം സാധ്യമല്ല എന്ന് തിരിച്ചറിയുമ്പോൾ അമ്മയുടെ തിരുസന്നിധിയിലെത്തി ഉടമ്പടിയെടുത്ത് ദൈവകൃപയിൽ തൻ്റെ പഠനത്തെ മുഴുവനും സമർപ്പിച്ച് മുന്നോട്ട് പരീക്ഷ എഴുതുവാനായി പോകുന്നു. പരീക്ഷ എഴുതുന്ന നാളുകളിലൊക്കെയും പരിശുദ്ധമ്മയുടെ സവിശേഷമായ സംരക്ഷണം ലഭിച്ചു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പരീക്ഷ എഴുതി വേഗതയിൽ തന്നെ പരീക്ഷകൾ ജയിക്കുവാൻ മകൾക്ക് സാധിക്കുന്നുണ്ട്. പിന്നീട് പ്രോസസ്സിലേക്ക് പോകുമ്പോഴും മകൾ ക്ലേശകരമായ കാലത്തിലൂടെയാണ് കടന്നു പോയത്. 3 ഏജൻസികളെ മകൾക്ക് മാറ്റേണ്ടി വന്നു. അത് ഓരോന്നും അമ്മ മാതാവിൻ്റെ ഇടപെടലിലൂടെ ഫേക്കായിട്ടുള്ള ഏജൻസികളിൽ നിന്നും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുവാൻ കൃത്യമായ സൂചനകൾ കൊടുക്കുകയും അങ്ങനെ അധികം പണമൊന്നും നഷ്ടപ്പെടാതെ ശരിയായ ഏജൻസിയിലേക്ക് എത്തിച്ചേരുവാൻ മകൾക്ക് സാധിക്കുകയും ചെയ്തു. വീണ്ടും പ്രോസസ്സ് മുന്നോട്ട് പോകുമ്പോൾ ആ ഡോക്യുമെൻറ്റേഷനിൽ വളരെ ഗൗരവമുള്ള ഒരു അപാകത കണ്ടെത്തി. ഡിഗ്രി വിജയിച്ച മകളുടെ ഡോക്യുമെൻറ്റേഷനിൽ ഡിഗ്രി ജയിച്ചതായിട്ടല്ല കാണിച്ചിരിക്കുന്നത്. അത് കൂടുതൽ മകളുടെ വിദേശത്തേക്കുള്ള യാത്ര മുടങ്ങുമോ എന്ന തരത്തിൽ വരെ കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിച്ചു. അപ്പോൾ മകളുടെ പ്രാർത്ഥന അമ്മയോടൊന്ന് മാത്രമേ ഉള്ളൂ, ഇത് നോക്കുന്നവരുടെ കണ്ണുകളിൽ പെടാതെ വിസ ലഭിക്കുന്നതിനുള്ള വഴികൾ അമ്മ ഒരുക്കിത്തരണമെന്ന്. മകൾ പറയുന്നുണ്ട്, അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ദിവസം മുതൽ ഞാൻ ശക്തമായിട്ട് ഇനിയൊരു തടസ്സം, കാര്യങ്ങളെല്ലാം ശരിയായിട്ടാണ് ചെയ്തിരിക്കുക. ഇത് എൻ്റെ എംപ്ലോയർ അവർ ചെയ്തിരിക്കുന്നൊരു പേപ്പറിൽ വന്നിരിക്കുന്ന മിസ്റ്റേക്കാണ്. പക്ഷേ അതെൻ്റെ തുടർ പഠനത്തിന് 2 വർഷമായി കാത്തിരിക്കുന്ന വലിയൊരു നിയോഗം സാധിച്ചു കിട്ടുന്നതിന് തടസ്സമാകാതിരിക്കുവാൻ അസാധ്യമായ കാര്യങ്ങളെ സാധിച്ചു തരുന്ന പരിശുദ്ധമ്മയുടെ സാന്നിധ്യം എനിക്ക് നൽകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മകൾ പ്രാർത്ഥിക്കുന്നു. മകൾ പറയുന്നുണ്ട്, അത് പരിഗണിക്കാതെ മകളുടെ പ്രോസസ്സ് പൂർത്തിയാവുകയും വിസ ലഭിക്കുകയും ഈ ഇന്ത്യക്ക് തന്നെ അവിടെ പഠനം തുടങ്ങുവാൻ പറ്റുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് ക്രമീകരിച്ചു കൊടുക്കുകയും ചെയ്തുവെന്ന മകളുടെ വാക്കുകളുടെ പ്രത്യേകത അവളുടെ ആത്മീയ ജീവിതത്തിലുണ്ടായ ഒരു ഉറപ്പാണ്. ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായി മകൾ ജീവിച്ചിരുന്നതിൽ നിന്നും അറിഞ്ഞ് സ്നേഹിച്ച വിശുദ്ധ കുർബാനയെ സമീപിക്കുവാനും നല്ല ബോധ്യങ്ങളോടുകൂടി വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും പ്രാർത്ഥനകൾ ചൊല്ലുവാനും മകൾക്ക് ലഭിച്ച ആത്മീയ ഉൾക്കാഴ്ചയാണ് മകൾ സന്തോഷത്തോടെ പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം ക്ലേശകാലങ്ങളിൽ നമുക്ക് ആശ്വാസം പകരുന്നു. പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾക്ക് ദൈവ സാന്നിധ്യം അനുഭവപ്പെടുത്തുവാൻ നമുക്കൊരമ്മ കൂടെയുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നു. അതോടൊപ്പം അലസമായി പോകുന്ന നമ്മുടെ ആത്മീയ ജീവിതത്തെ ആഴപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അരികിലെത്തും വിധം നമ്മുടെ ബോധ്യങ്ങളെ കൂടുതൽ ഉറപ്പുള്ളതാക്കി തരുന്നു. അതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകതയും. ഈ മകൾക്ക് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.